ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുപോലെ ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 2018 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സമ്മർ ഓഫ് 84 എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ അയൽക്കാരൻ എന്തെങ്കിലും മിസ്റ്ററീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് പറയും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കഥ നടക്കുന്നത് 1984 ഇപ്സ്വിച്ച്, ഒറിഗോൺ എന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണം. അവിടെ 15 വയസ്സുള്ള ഡേവി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. ഇപ്പോൾ അവരുടെ സമ്മർ വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഡേവി എപ്പോഴും ഈ ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ജോലി ചെയ്യാറുണ്ട്. കാരണം എല്ലാ സമ്മർ വെക്കേഷനിലും അവൻ ഈ ഒരു ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഡേവി തന്റെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു വീടിന് മുന്നിലേക്ക് കൊണ്ട് വെക്കുമ്പോഴാണ് ആ ന്യൂസ് പേപ്പർ താഴെ വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ന്യൂസ് പേപ്പർ എടുത്ത് അവൻ വായിച്ചു നോക്കുന്നതും അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഈ ടൗണിലുള്ള ഏതൊരു പയ്യൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഡേവി ന്യൂസ് പേപ്പർ ഒരു പോലീസുകാരന്റെ വീടിന് മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് വന്നിട്ട് ഡേവിയോട് ഒരു സഹായം ചോദിക്കും. അപ്പോൾ ആ ഒരു പോലീസുകാരന്റെ പേര് വെയിൻ എന്നാണ്. അതും ഡേവിയുടെ വീടിനടുത്തായിട്ട് തന്നെയാണ് അയാൾ താമസിക്കുന്നത്. വേണമെങ്കിൽ അയൽക്കാരൻ എന്ന് പറയാം. അങ്ങനെ ഡേവി അയാളെ സഹായിക്കാൻ വേണ്ടി അകത്തേക്ക് വരുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് മാസാമാസമുള്ള ന്യൂസ് പേപ്പറിന്റെ പൈസയും കൂടി ഞാനങ്ങ് തരാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ഡേവിയെ അകത്തേക്ക് കൊണ്ട് പോകുന്നത്. അങ്ങനെ ഡേവി അകത്തേക്ക് വന്ന ആ ഒരു വീട് നോക്കുമ്പോൾ ആ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് പേരുടെ ചിത്രങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അയാൾ ഫാമിലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഡേവി തന്റെ ബാഗ് അവിടെ ഊരി വെച്ച് ഇപ്പൊ എന്തോ ഒരു വലിയ ബോക്സ് താഴേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അതും പിടിച്ചിട്ട് ഡേവിയും വെയിനും ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ഇവര് രണ്ടുപേരും താഴേക്ക് പോകുന്നു. അങ്ങനെ താഴെ ആ ഒരു ബേസ്മെന്റിൽ എത്തുമ്പോൾ ഡേവി ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയുണ്ട്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ശരി ഡേവി, ഇത് ഈ മുറിയിലേക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇരുണ്ട മുറിയിലേക്ക് ആ ബോക്സ് കൊണ്ട് വെക്കുമ്പോൾ സത്യത്തിൽ അതൊരു ഫോട്ടോ ഡെവലപ്പിംഗ് റൂമായിരുന്നു. എന്താന്ന് വെച്ചാൽ വെയിന് ഈ ഫോട്ടോഗ്രാഫി എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവനെ സഹായിച്ചതിന് ശേഷം ഡേവി ആ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്നു. വെയിൻ ഇപ്പോൾ ഡേവിയോട് താങ്ക്സും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേവിനെയും അവന്റെ കൂട്ടുകാരെയും കാണിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ ഈ ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ടല്ലോ അത് കളിക്കാനായിട്ട് വെളിയിലേക്ക് പോകും. അപ്പോൾ ഡേവിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് വെച്ചാല് ഡെയ്ലി, ടോമി, കർട്ടിസ്, ഇങ്ങനെ ഇവർ 4 പേരാണ് ആ ഒരു സുഹൃത്തുക്കള്. അങ്ങനെ ഇവർ 4 പേരും എന്നത്തെ പോലെ തന്നെ രാത്രിയിൽ ഒളിച്ചു കളിക്കാനായിട്ട് വീടിന്റെ പല വശങ്ങളിലേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവി അവൻ ഒളിച്ചിരിക്കുമ്പോൾ വെയിനിന്റെ വീടിനകത്ത് ഒരു ചുരുണ്ട മുടിക്കാരനായിട്ടുള്ള പയ്യനിരിക്കുന്നു. അവൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും ഓടി വന്ന് നമ്മുടെ ഡേവി അങ്ങ് പിടിക്കും. എന്നിട്ട് മരത്തിന് മുകളിലായിട്ടുള്ളൊരു ചെറിയ വീടുണ്ട്. അതിന് മുകളിലേക്ക് എല്ലാവരും വലിഞ്ഞു കയറി ഈ 80+ ബുക്ക് ഉണ്ടല്ലോ അതെടുത്ത് വായിക്കാണ്. അങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവി ഓരോ സമ്മർ വെക്കേഷനിലും ഓരോ കുട്ടികളായിട്ട് നമ്മുടെ ടൗണിൽ നിന്ന് കാണാതാവുന്നുണ്ട് എന്നുള്ള കാര്യം ഈ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. അപ്പോൾ പലരും അവർക്ക് അറിയാവുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലർ പറയുന്നുണ്ട് ഈ ഗവൺമെന്റ് കുട്ടികളെ കൊണ്ടുവന്നത് ഏലിയൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നെല്ലാം ഓരോരുത്തരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷവും ഇവരെല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ വാക്കിയിട്ടൊക്കെ ഉണ്ട്. അതുമല്ല നമ്മുടെ ഡേവിക്കാണെങ്കിലോ മറ്റൊരു ശീലം കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ അവന്റെ ബൈനോക്കുലർ വെച്ചിട്ട് അടുത്തുള്ള വീടുകളിൽ ഒളിഞ്ഞു നോക്കുക. ഇപ്പോൾ അവന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവളുടെ പേര് നിക്കി എന്നാണ്. ഇപ്പൊ അവളെ ഒളിഞ്ഞു നോക്കിയിട്ട് ഡെയിലിനോട് ഈ കാര്യം പറയും. അതേപോലെ തന്നെ നിക്കിയോട് അവൻ എന്തോ ക്രഷ് ഉണ്ടെന്നും ഡേവി ഡെയിലിനോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവരെല്ലാവരും അവരുടെ സൈക്കിളും എടുത്തിട്ട് ഈ ടീനേജർ ആയിട്ടുള്ള കുട്ടികളെല്ലാം ഒത്തുകൂടുന്നൊരു സ്ഥലമുണ്ട്, ഒരു പാർട്ടി ക്ലബ്ബ് പോലെ. അവിടെ ഇവർ 4 പേരും പോവാണ്. അപ്പൊ അവിടെ DJ ആയിട്ട് നിൽക്കുകയാണ് നിക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേവിക്ക് ക്രഷുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു ബേബി സിറ്റർ ആയിട്ടിരിക്കുന്ന ആ പെണ്ണ് അവിടെ ഇരിക്കുന്നത്. കുറച്ചു നേരം ഇവരെല്ലാവരും അവളെ നോക്കിയിട്ട് അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് ഡേവി തന്റെ ഫാമിലിയായിട്ട് TV കാണുകയാണ്. അപ്പൊ ആ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 13 ടീനേജർ ആയിട്ടുള്ള കുട്ടികളെയും അതേപോലെ തന്നെ 2 അഡൾട്ട് ആയിട്ടുള്ള ആളുകളെയും കാണാതായിട്ടുണ്ടത്. അതും ഇവരെല്ലാവരും എവിടെ പോയെന്നോ അവർക്ക് എന്താണ് സംഭവിച്ചെന്നോ ഇതെല്ലാം മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യമാണെന്നും ഈ ന്യൂസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഡേവിയുടെ അമ്മയും അച്ഛനും ഇത് കണ്ടിട്ട് ഈ കാണാതായിട്ടുള്ള കുട്ടികളുടെ പേര് പറയുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ 1-2 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നുള്ള കാര്യവും ഇവരിപ്പോൾ സംസാരിക്കുന്നു. അപ്പോഴാണ് ന്യൂസിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന ആളുടെ ഏകദേശ വിവരം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് 30 മുതൽ 40 വയസ്സ് വരെ പ്രായം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വൈറ്റ് മാൻ ആണ്. ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്. ടീനേജർ ആയിട്ടുള്ള ആൺകുട്ടികളെ മാത്രമാണ് അയാൾ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകുന്നത്. ഇപ്പൊ ഈ കാര്യം അറിയുന്നത് നമ്മുടെ ഡേവി നേരെ അവന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഇപ്പൊ ഇവരെല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഡേവിക്ക് നല്ല പേടിയുണ്ട്.
അതുപോലെ ഡേവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടി വി ന്യൂസിൽ പറഞ്ഞ ആ ഒരു അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ടൗണിനുള്ളിൽ തന്നെ ആ സൈക്കോ കൊലയാളി താമസിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളാരും അത് അറിയാത്തതാണ്. ഒരുപക്ഷെ നിന്റെയോ അല്ലെങ്കിൽ എന്റെയോ വീടിന്റെ അടുത്തായിട്ട് തന്നെ അയാൾ താമസിക്കാം. അപ്പോഴാണ് ഇതിൽ ടോമി എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് ദേ ഇത് നോക്കി അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നോക്കാൻ പറയുന്നതും. എന്താന്ന് വെച്ചാൽ നിക്കി അടുത്ത വീട്ടിൽ നിന്ന് അവൾ അവരുടെ വസ്ത്രമെല്ലാം മാറുമ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് ബൈനോക്കുലർ വെച്ചിട്ട് അതിങ്ങനെ ഒളിഞ്ഞു നോക്കാണ് ഈ 4 പേരും. ഓക്കെ, എന്തായാലും ഇവരുടെ ശ്രദ്ധ ഇവിടെ മാറിയെങ്കിലും അടുത്ത ദിവസം തന്നെ ഇവര് ഈ കുട്ടികളെ കാണാതാവുന്ന ഒരു കേസുണ്ടല്ലോ അതിലേക്ക് അവരുടെ ശ്രദ്ധ കൊടുക്കുന്നു. എന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ കാണാതായിട്ടിനെ പറ്റിയുള്ള ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പറുകൾ ഇതെല്ലാം എടുത്തിട്ട് അവർ നല്ലതുപോലെ തന്നെ ആ ഒരു കേസിനെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞ് ഇവരുടെ ടൗണിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടല്ലോ അതിൽ ആദ്യം അവർ സംശയിക്കുന്നത് സാമി എന്ന് പറഞ്ഞ ഒരാളെയാണ്. കാരണം അയാളുടെ വീട്ടിൽ എപ്പോഴും ലൈറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അയാളുടെ വണ്ടി എപ്പോഴും വെളിയിലുണ്ടാവും. അതുകൊണ്ട് അയാളുടെ വീട്ടിൽ പോയി പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് 4 പേരും രാത്രിയിൽ അയാൾ ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാവരും തിരിച്ചു വരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡേവി വീട്ടിൽ വന്നിട്ട് ആ ഒരു പാല് കുടിക്കുമ്പോഴത്തേക്കും ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ കാണാതായിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസ് പാൽ പാക്കറ്റ് ഉണ്ടല്ലോ അതിലെല്ലാം പ്രിന്റ് ചെയ്ത് വിടും മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിലൂടെ അവർക്കത് പരസ്യം ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡേവിയും അതുപോലെ ഈ പാൽ പാക്കറ്റിൽ പ്രിന്റ് ചെയ്ത ഒരു പയ്യന്റെ ഫോട്ടോ കാണുന്നു. പെട്ടെന്ന് നമ്മുടെ ഡേവിക്ക് ആ ഒരു പയ്യൻ എവിടെ കണ്ടതുപോലെ വേറൊന്നുമല്ല, ഈ ഫോട്ടോയിൽ കണ്ട അതേ പയ്യനെയാണ് ഒരു ദിവസം നമ്മുടെ ഡേവി ഒളിച്ചു കളിക്കുമ്പോഴത്തേക്കും വെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരന്റെ വീട്ടിൽ കണ്ടിരുന്നല്ലോ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യൻ. ആ പയ്യനാണിത്. അങ്ങനെ ഈ കാര്യം ഡേവി തന്റെ 4 സുഹൃത്തുക്കളോടും വന്ന് പറഞ്ഞിട്ട് നമ്മൾ സാമിയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാമി ഒരിക്കലും കൊലയാളിയാവാൻ സാധ്യതയില്ല. എനിക്ക് സംശയം വെയിനെയാണ്. കാരണം അവന്റെ വീട്ടിൽ ഞാൻ ഈ ഒരു പയ്യനെ കണ്ടിരുന്നു. അതുമല്ല നമ്മുടെ ഡേവിയുടെ വീടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വെയിനും താമസിക്കുന്നത്. അതുകൊണ്ട് അവനെ സ്പൈ ചെയ്യാനായിട്ട് ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുമല്ല മറ്റൊരു കാര്യം കൂടി ഇതിലൊരുത്ത് പറയുന്നുണ്ട്. അവന്റെ സഹോദരൻ ഒരു ഹാർഡ്വെയർ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് വെയിൻ ഒരുപാട് മണ്ണും അതേപോലെ തന്നെ ആയുധങ്ങളും വാങ്ങിയിട്ട് പോകുന്നത് എന്റെ വലിയ സഹോദരൻ കണ്ടിട്ടുണ്ട്. ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കൂടി പറയുമ്പോൾ അത് ഓരോ ആഴ്ചയിൽ 45 കിലോ മണ്ണാണ് അയാൾ വാങ്ങിക്കൊണ്ട് പോകുന്നതെന്നും ടോമി എന്ന് പറഞ്ഞ ഒരു പയ്യൻ പറയുമ്പോഴത്തേക്കും ഡേവി പറയും, ദേ കണ്ടോ ഇപ്പോ ഇത്രയും മണ്ണ് എല്ലാ ആഴ്ചയിലും വാങ്ങിക്കൊണ്ടു പോയേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ടത് വെയിനെയാണ്. അതുമല്ല ഒരു ദിവസം ഞാൻ അയാളുടെ ബേസ്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ പൂട്ടിയിട്ടിരുന്ന മറ്റൊരു മുറി ഞാൻ കണ്ടിരുന്നു. അതുമല്ല പോലീസ് പറയുന്ന ആ കൊലയാളിയുടെ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെയിനിന് മാച്ച് ആവുന്നുണ്ട്. അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, 30-40 വയസ്സിനുള്ളിൽ പ്രായമുണ്ട്, വൈറ്റ് മാൻ. ഇതെല്ലാം വെച്ചിട്ട് വെയിനും അത് നല്ലതുപോലെ മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൺഫേം ആക്കിയിട്ട് ഇവർ 4 പേരും ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ 4 പേരും പലയിടങ്ങളിലായിട്ട് വെയിനെ ഫോളോ ചെയ്ത് പോവാണ്. പോലീസ് പറയുന്ന പല കാര്യങ്ങളും ശരിയാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങളായിട്ട് അവന്റെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്നു. അവൻ ഡെയിലി ചെയ്യുന്ന അവന്റെ റൊട്ടീൻ എന്താണ്, അവൻ എവിടേക്കാണ് എല്ലാ ദിവസവും പോകുന്നത്, എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെ അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇവർ നോട്ട് ചെയ്യും. അങ്ങനെ അതെല്ലാം ഇവരെ എഴുതി വെച്ചിട്ട് ഒരു ദിവസം ഇവര് ബൈനോക്കുലർ വെച്ചിട്ട് വെയിൻ എന്റെ വീടിന്റെ വെളിയിലേക്ക് നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് വെയിൻ ഇപ്പോൾ 2 ട്രാഷ് ബിൻ അത് വലിച്ചെടുത്തോണ്ട് വരുന്നു. അതിന്റെ ഭാരമെല്ലാം കാണുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിൻ പറയും, ശരി നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ ദിവസവും 11 മണിക്ക് അയാൾ നടക്കാനായിട്ട് വെളിയിലേക്ക് പോകും. ആ സമയം കൊണ്ട് നമുക്കത് പോയി നോക്കാന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞതുപോലെ തന്നെ വെയിൻ 11 മണിക്ക് രാത്രിയിൽ നടക്കാനായിട്ട് പോകുന്നതും ഇവരെല്ലാവരും ആ സമയം കൊണ്ട് ഓടി വന്നിട്ട് ആ ഒരു ട്രാഷ് ബിൻ ഉണ്ടല്ലോ അത് തുറന്നു നോക്കും. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇവരെ സംശയിക്കുന്ന പോലെ ഒന്നും അതിലില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവി ഇപ്പൊ തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് വലിയ ഡോറിൽ ആരെ തട്ടുന്നു. ഡേവി വന്നിട്ട് ഡോർ തുറക്കുമ്പോൾ ആഹാ അത് വേറെ ആരുമല്ല, നിക്കി ഉണ്ടല്ലോ, അവൻ ഒളിഞ്ഞു നോക്കുന്ന ആ ഒരു പെണ്ണ് അവളായിരുന്നു. ഇപ്പോൾ ഡേവിയുടെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തത് കൊണ്ട് അവള് അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഡേവിയോട് അവൾ പറയും, നീ എന്നെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ പല തവണയും കണ്ടിട്ടുണ്ട്, എനിക്കതറിയാം എന്ന് പറഞ്ഞ് അവന്റെ മുറിയിലേക്ക് വന്ന് ഇപ്പോൾ നിക്കി പതിയെ ഡേവിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഉമ്മ വയ്ക്കുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡേവിയുടെ അച്ഛനും അമ്മയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ ശബ്ദം കൂടി കേൾക്കുന്നത് നിക്കി വിടുന്ന ആ ഒരു ജനാല വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓക്കെ നമുക്ക് എന്തായാലും പിന്നീട് കാണാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഡേവിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇപ്പൊ അതേ രാത്രിയിലെ ആ തെരുവിലുള്ള ഏതോ ഒരു വീട്ടിലൊരു പയ്യൻ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആരോ ഒരാൾ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അവന്റെ പിറകിലൂടെ ഒരാൾ വന്നിട്ട് അവനെ മയക്കി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ 4 കുട്ടികളുണ്ടല്ലോ അവര് 4 പേരും വെയിനിനെ വീണ്ടും ഫോളോ ചെയ്യാൻ പോവാണ്.
ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിൻ ഒരു പോലീസുകാരൻ കൂടിയാണ്. അങ്ങനെ ഇവർ നാലുപേരും നമ്മുടെ ഡെയിലുണ്ടല്ലോ, ആ തടിയനായിട്ടുള്ള ചെറുക്കൻ, അവന്റെ വീട്ടിലെ അവന്റെ അമ്മയുടെ കാർ എടുത്തിട്ടാണ് ഇപ്പോ വെയിനിനെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ വെയിൻ അവരെ കടന്നു പോകുന്നതും അവൻ കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഡേവി അവന് തട്ടി എഴുന്നേപ്പിച്ച് ഇതേ അയാൾ ഇതേ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു പോലീസുകാരൻ വന്ന് ഇവരുടെ കാറിനടുത്തേക്ക് നിൽക്കും. അതുപോലെ ഇവരെല്ലാവരും ടീനേജർ ആയിട്ടുള്ള കുട്ടികളാണല്ലോ, ഈ ലൈസൻസ് എടുക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പോലീസുകാരന് ഡെയിലിനെ നല്ലതുപോലെ അറിയാം, അവന്റെ ഫാമിലിയെ അറിയാവുന്നതുകൊണ്ട് ഇത്തവണത്തേക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ട് ഇവരെ നാലുപേരെ പറഞ്ഞുവിടും. അങ്ങനെ ഇവർ നാലുപേരും വെയിനിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ ഷോപ്പിലേക്ക് അയാൾ വന്നിട്ട് ഒരുപാട് സാധനങ്ങളും അതേപോലെ തന്നെ ഈ മൺവെട്ടി, ഷവ്വല്, പിന്നെ സോയില്, ഇത്രയും കാര്യങ്ങൾ വാങ്ങിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഡേവി വെയിനിന്റെ വീടിന്റെ വെളിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അയാൾ ഇപ്പോൾ മറ്റൊരു കാറിൽ അവിടേക്ക് വന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇത് അയാളുടെ കാർ പോലും അല്ല. അതുമല്ല, വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അയാള് കാറിൽ നിന്ന് വേറെ ഒരുപാട് ടൂളും കാര്യങ്ങളും അതേപോലെ തന്നെ മണ്ണ് ഇതെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഡേവി അവന്റെ കൂട്ടുകാരോട് പറയും, എനിക്ക് തോന്നുന്നു വെയിൻ അവന്റെ ടൂളും കാര്യങ്ങളെല്ലാം എവിടെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ പെട്ടെന്ന് മാറുകയാണ്. എന്താണെന്ന് വെച്ചാല് നിക്കി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ നമ്മുടെ ഡേവിയെ കാണാൻ വേണ്ടി വെളിയിൽ വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. അപ്പോഴാണ് നിക്കി പറയുന്നത് അവളുടെ പേരൻസ് ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ഒരു വിഷമങ്ങളെല്ലാം നമ്മുടെ ഡേവിയോട് അവൾ പറയുന്നതും ഡേവി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. ഇതുപോലെ വെയിനെ ഞങ്ങൾ സംശയിക്കാണ്, ദി കേപ്പ് മാൻ എന്ന് പറഞ്ഞ് ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുവന്ന ആളുണ്ടല്ലോ. അപ്പോൾ പോലീസുകാരെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആൾക്ക് ഇട്ടിരിക്കുന്ന പേര് കേപ്പ് മാൻ സ്ലയർ എന്നാണ്. ആ പേര് പറഞ്ഞിട്ട് ഡേവി പറയും ഒരുപക്ഷെ അത് വെയിൻ ആയിരിക്കാം, ഞങ്ങൾ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നിക്കി ഇത് കേട്ടിട്ട് നല്ലതുപോലെ ചിരിക്കും. എന്നിട്ട് പറയും, എടാ ഒരു പോലീസുകാരൻ സീരിയൽ കില്ലർ ആവാനായിട്ട് ഒരു ചാൻസും ഇല്ല, നിങ്ങൾ വെറുതെ മണ്ടത്തരം കാണിക്കാതെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഡേവിയും അവന്റെ കൂട്ടുകാരും വെയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ചയായിട്ടും വെയിനിന്റെ ഭാഗത്ത് നിന്നും ഇവർക്ക് സംശയിക്കുന്ന രീതിയിൽ ഒരു തെളിവുകളും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് വീണ്ടും സംശയിച്ചിട്ട് ഇനിയിപ്പോ സാം തന്നെയായിരിക്കും കൊലയാളി, നമുക്ക് ഒരു തവണ കൂടി അവന്റെ വീട് പോയി ഒന്ന് പരിശോധിക്കാന്ന് പറഞ്ഞ് ഇവർ നാലുപേരും ഒരു ദിവസം രാത്രിയിലെ സാമിയുടെ വീടിനടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഡോർ ഇങ്ങനെ തുറക്കാനായിട്ട് വരുമ്പോൾ ആ ഡോർ തുറന്നു കിടക്കുന്നു. അങ്ങനെ നാലുപേരും അകത്തേക്ക് കയറി ഒരു റൂമിനകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ദേ ഇതുപോലെ ഒരു കൈ വന്നിട്ട് നാലുപേരും പേടിച്ചു പോവും. അത് വേറെ ആരുമല്ല, നിക്കിയായിരുന്നു. ഹേയ് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിക്കി പറയും, സാമിയാണ് എന്നോട് പറഞ്ഞത് ഈ വീട് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ അവളുടെ വീട്ടുകാരെല്ലാം നോക്കണമെന്നെല്ലാം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല നിങ്ങൾ നാലുപേരും എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ നാലുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കും നിക്കി പറയും, സാമിയുടെ ഫാമിലി സത്യത്തിൽ ഇവിടെ തന്നെയുണ്ട്, അവർ സമ്മർ വെക്കേഷൻ ആയിട്ട് ഒരു കാറ് റെന്റിനും എടുത്ത് പോയേക്കാണ്. അല്ലാതെ നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു കൊലയാളിയൊന്നുമില്ല, അതുകൊണ്ടാണ് അവരുടെ സ്വന്തം കാറ് വെളിയിൽ കിടക്കുന്നത്. അതുമല്ല ഇവർ നാലുപേരും മറ്റൊരു കാര്യം കൂടി വിചാരിച്ചിരുന്നു, ഒരുപക്ഷെ വെയിൻ ഇനിയിപ്പോ സാമിയെയും അവന്റെ ഫാമിലിയെയും കൊന്നിട്ടുണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനെയല്ല എന്ന് മനസ്സിലായിട്ട് ഇവർ നാലുപേരും എന്തായാലും പിന്തിരിയാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡേവി മറ്റൊരു പ്ലാൻ കണ്ടുപിടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാലേ ഇവരുടെ കയ്യിലുള്ള ആ ഒരു വാക്കിട്ടോക്കി ഉണ്ടല്ലോ, അതിലൊരെണ്ണം എങ്ങനെയെങ്കിലും വെയിനിന്റെ വീടിനടുത്ത് ഒളിപ്പിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇവർക്ക് വാക്കി ടോക്കി വഴി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവരെല്ലാ ദിവസവും കളിക്കുന്നത് പോലെ ഈ ഒരു ഒളിച്ചുകളിയുണ്ടല്ലോ, അത് കളിക്കുന്നത് പോലെ പതിയെ വെയിനിന്റെ വീടിന്റെ ആ ഒരു ജനാല വശത്ത് ഡേവി പോയി ഒളിച്ചു നിൽക്കും. എന്നിട്ട് ജനാല വഴി അകത്തേക്ക് നോക്കുമ്പോൾ വെയിൻ ഇപ്പോൾ അകത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്. എന്താന്ന് വെച്ചാല് ഈ ക്ലീൻ ചെയ്യുന്ന എന്തോ ഒരു മരുന്ന് ബക്കറ്റിലെല്ലാം ഒഴിച്ചിട്ട് അതുകൊണ്ട് നേരെ അകത്തേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് തിരിച്ചു വരും. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, അവന്റെ ഷർട്ടിൽ രക്തം പറ്റിയിരിക്കുന്നു. ഇതുകൂടി കണ്ടിട്ട് അവൻ ആ ഒരു വാക്കി ടോക്കി അത് വെക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അടുത്തുള്ള ചെടിയിൽ അതങ്ങ് കുരുങ്ങിപ്പോവും. അപ്പൊ അതെടുക്കാൻ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പില് വെയിൻ പെട്ടെന്ന് ആ ഒരു ജനാല തുറക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ഡേവി അവിടെ നിന്ന് അവനെ നോക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടം. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പോ ആ ഒരു വാക്കി ടോക്കി കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല. അത് ആ ഒരു ചെടിയിൽ കുടുങ്ങി കിടക്കുവാണല്ലോ, അതുകൊണ്ട് അതിനകത്തുള്ള സൗണ്ടുകളൊന്നും ഇവർക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡേവി ആ വാക്കി ടോക്കി ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് നിക്കി ഉണ്ടല്ലോ, അവള് ജോലിക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പില് വേറെ ആരും കാണാതെ വെയിനിന്റെ വീടിനടുത്തേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ആ വാക്കി ടോക്കി എടുക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ വെയിൻ വന്ന് അവനെ വിളിക്കും. അപ്പോഴേക്കാണ് ഡേവി തിരിഞ്ഞിട്ട്, സോറി എങ്കിൽ ഇന്നലെ ഞങ്ങൾ ഒളിച്ചു കളിക്കാനായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് അനുവാദമില്ലാതെ കയറി, സോറി എങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ വെയിൻ പറയും അത് മാത്രമല്ലല്ലോ. അപ്പോൾ ഡേവി ഇടുന്ന് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ പൈസ കൂടി വാങ്ങിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ വെയിൻ പറയും ശരി ബാ പൈസ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകിലത്തെ പൂന്തോട്ടം ഉണ്ടല്ലോ അവിടേക്ക് ഡേവിയെ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ്
ഡേവി ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു പൂന്തോട്ടത്തില് പുതിയൊരു കുഴി എടുത്തേക്കുന്നു. അത് മണ്ണിട്ട് മൂടുകയെ ചെയ്തിട്ടുണ്ട്. അത് ഒരു കുട്ടിയുടെ വലുപ്പത്തിനാണ് ആ ഒരു കുഴിയുടെ നീളവും അളവൊക്കെ ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ഡേവിക്ക് നല്ല സംശയം, ഇനി ഏതെങ്കിലും കുട്ടിയെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടോ ഇല്ലയെന്ന്. ഇപ്പൊ അകത്തേക്ക് പോയ വെയിൻ തിരിച്ച് പൈസ കൊണ്ടുവന്നിട്ട് ഡേവിയുടെ കയ്യിൽ കൊടുത്ത് ഡേവി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവന്റെ പോക്കറ്റിലിരിക്കുന്ന ആ ഒരു വാക്കി ടോക്കി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. അതുമല്ല ഡേവിയുടെ മുഖത്തിന്റെ ആ ഒരു ഭാവങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ വെയിന് അവനോട് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ ഡേവി പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും വെയിനിന്റെ വീട്ടിലേക്ക് തന്നെ വാക്കി ടോക്കി വെച്ച് നോക്കിയിരിക്കുകയാണ്. അതുപോലെ രാത്രി 1 മണിയാവുമ്പോൾ ഡേവി ഉണ്ടല്ലോ തന്റെ ബൈനോക്കുലർ എടുത്തിട്ട് ജനാല വഴി വെയിനിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആഹാ എന്താന്ന് വെച്ചാല് വെയിനും അവിടെ നിന്ന് ബൈനോക്കുലർ വഴി ഇവിടേക്ക് നമ്മുടെ ഡേവിയെ നോക്കുന്നു. അപ്പോൾ ഡേവി തന്നെ നിരീക്ഷിക്കുന്നുള്ള കാര്യം വെയിനിന് മനസ്സിലായി. അതുമല്ല ഡേവി മറ്റൊരു കാര്യം കൂടി കണ്ടിട്ടുണ്ട്. ആ വാക്കി ടോക്കി ഉണ്ടല്ലോ ഇവർ കൊണ്ടുവച്ച ആ വാക്കി ടോക്കി വെയിനിന്റെ കയ്യിൽ തന്നെയുണ്ട്. അവരെടുത്ത് വീടിനകത്ത് വെച്ചേക്കാണ്. അങ്ങനെ ഇത് കണ്ട് പേടിച്ച ഡേവി കുറേ നേരം അവിടെ തന്നെ ഇരുന്നിട്ട് ഡേവി നേരെ അവന്റെ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് ആ ഒരു മര വീടിന്റെ മുകളിലേക്ക് കയറി ഇവരൊരു പ്ലാൻ ചെയ്യുന്നു. എന്താന്ന് വെച്ചാല് സാധാരണ വെയിൻ 11 മണിക്ക് നടക്കാനായിട്ട് പോകുമല്ലോ. ആ സമയത്ത് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ പൂന്തോട്ടത്തില് ആരെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അവൻ വെളിയിലേക്ക് പോകുന്ന ആ ഒരു ടൈം നോക്കി കർട്ടിസും ടോമിയും വെയിനെ ഫോളോ ചെയ്യാണ്. കാരണം അവൻ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡെയിലും ഡേവിയും ഇവര് രണ്ടുപേരും ആ ഒരു പൂന്തോട്ടത്തിലേക്ക് ചെന്നിട്ട് അവർ ആ ഒരു സ്ഥലം തോണ്ടാനായിട്ട് തുടങ്ങുന്നു. അതേസമയം നമ്മുടെ കർട്ടിസിനെ ഡെയിലിനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും വെയിനിന്റെ പുറകെ പോയല്ലോ. അവൻ ഇപ്പോൾ ഏതോ ഒരു ഗ്യാരേജിനടുത്തേക്ക് വന്നിട്ട് അതിനകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ നമ്മുടെ ഡെയിലി വന്ന് അതിനിടയിൽ അവൻ ഉണ്ടോ ഇല്ലെന്ന് ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ വേറെ ഏതൊരു പഴയ കാറുണ്ട്. അതും എടുത്തിട്ട് ആ ഒരു ഡോറും തുറന്ന് അവൻ വെളിയിലേക്ക് വരാണ്ടിരിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഒരു വലിയ ട്രാഷ് ബിന്നുണ്ട് അതിനടുത്ത് രണ്ടുപേരും ഒളിച്ചു നിൽക്കുന്ന പോലെ അവന് ഫീലായിട്ട് പെട്ടെന്ന് ടോർച്ച് കൊണ്ടുവന്ന് അവിടേക്ക് അടിച്ചു നോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് രണ്ടുപേരും കാണുന്നില്ല. അവർ ആ ഒരു സമയം കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ആ ഒരു കാറിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നേരെ മറ്റൊരിടത്തേക്ക് പോവാണ്. ഇവിടെ ടോമിയും ഡേവിയും ഇവര് രണ്ടുപേരും ആ പൂന്തോട്ടത്തിലെ മണ്ണെല്ലാം ഷവല് കൊണ്ട് കോരി മാറ്റി നോക്കുമ്പോൾ ഇവര് സംശയിച്ചതുപോലെ അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. അവിടെ വേറെ കുട്ടീനെ ആരെയൊന്നും കുഴിച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും തീരുമാനിക്കും ഇതിന് പുറകിലായിട്ട് തന്നെ മറ്റൊരു ഷെഡുണ്ട്, അതിനകത്തേക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും അവിടേക്ക് ചെന്ന് നമ്മുടെ ടോമിക്കാണെങ്കിലോ ഈ ലോക്കെല്ലാം പെട്ടെന്ന് തുറക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അവൻ അതുപോലെ എന്തോ ടൂളൊക്കെ വെച്ചിട്ട് ഈ ഒരു ലോക്കും തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടൂൾസ് അടിച്ച് നല്ലപോലെ പരിശോധിക്കുമ്പോഴാണ് അതേപോലെ മറ്റൊരു ടീഷർട്ട് ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതിലും രക്തം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ടീഷർട്ട് എടുത്ത് ഇവരെല്ലാവരും വീണ്ടും ആ ഒരു മര വീടുണ്ടല്ലോ അതിന് മുകളിലേക്ക് കയറിയിട്ട് ഈ ടീഷർട്ട് ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോ അവസാനമായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടല്ലോ അവന്റെ ടീഷർട്ടാണെന്ന് ഇവർ മനസ്സിലാക്കും. അതുമല്ല ഡെയിലും കർട്ടിസും അവൻ ഏതോ ഒരു ഷെഡിനകത്തുനിന്ന് കാർ എടുത്തിട്ട് പോയല്ലോ. അതിലൂടെ ആ കാറിൽ ഒരുപാട് കെമിക്കൽസ് എല്ലാം കൊണ്ടുപോയതായിട്ട് ഇവർ രണ്ടുപേരും കണ്ടിരുന്നു. അത് വെച്ചിട്ട് അത് എന്ത് കെമിക്കൽസ് ആണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പൊ അത് വെച്ചിട്ട് ഇവൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നിവർ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ഈ ഡെഡ് ബോഡി എല്ലാം അതിന്റെ സ്മെല്ല് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ എന്തോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കണം അവൻ ആ ഒരു ഡെഡ് ബോഡി എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവരെല്ലാവരും കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കുട്ടികളായതുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആരോടെങ്കിലും ഇത് പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് ഇവരെല്ലാവരും ഡേവിഡ് അച്ഛനും അമ്മയുണ്ട് അവരോട് രണ്ടുപേരോടും ഈ കാര്യം പറയുമ്പോഴത്തേക്കും അവര് രണ്ടുപേരും ഇതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. ഒന്നാമതേ വെയിൻ ഒരു പോലീസുകാരനാണ്. അയാളെ പറ്റി ഇതുപോലെല്ലാം ചിന്തിച്ച് ഈ കുട്ടികള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്നതാണോ? ഒരിക്കലുമില്ല. അതുമല്ല അതുപോലെയുള്ള ഒരു പോലീസുകാരന്റെ വീടിന് ചുറ്റും വന്നിട്ട് ഇവർ ഒളിഞ്ഞു നോക്കി പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിച്ചൊന്നും കൂടി ആവുമ്പോഴത്തേക്കും ഡേവിഡ് അച്ഛൻ റാൻഡൽ അവന് നല്ല ദേഷ്യം വന്നിട്ട് നിങ്ങൾ 4 പേരും ഇപ്പൊ തന്നെ ചെന്നിട്ട് വെയിനോട് സോറി പറയണം എന്നും പറഞ്ഞ് അങ്ങനെ 4 പേരെയും അവന്റെ വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ റാൻഡൽ വെയിനോട് കാര്യങ്ങളൊക്കെ പറയും. ഇവർ 4 പേരും നിങ്ങളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്നെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ വെയിൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചത് ശരിയായിരിക്കാം. നിങ്ങൾ സംശയിച്ചതിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല. കാരണം എന്റെ വീട്ടിൽ കണ്ട ആ ഒരു പയ്യനില്ലേ കാണാതായിട്ടുള്ള അവന്റെ പേര് ഡെസ്റ്റി എന്നാണ്. അവൻ എന്റെ അനന്തരവനാണ്. അവനെ കാണാതായതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇവരോട് ക്ഷമിച്ചു വിടും. അപ്പൊ ഇതുകൂടി കേൾക്കുന്നതും ഇവർ 4 പേരും തിരിച്ച് ഡെയിനോട് സോറി പറഞ്ഞിട്ട് നിങ്ങളുടെ പൂന്തോട്ടം നശിപ്പിച്ചതിൽ ഞങ്ങൾ സോറി പറയുന്നു. അതേപോലെ തന്നെ ദേ അവന്റെ ഷർട്ട് ഞങ്ങൾ കഴുകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പയ്യന്റെ ഷർട്ട് വെയിനിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നിട്ട് റാൻഡല് ഇപ്പൊ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അതേപോലെ തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അയാളുടെ വീടിന് ചുറ്റിന് നിങ്ങൾ പോവുകയേ ചെയ്യരുത്.
അതേപോലെ 2-3 ദിവസം നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേവി അവന്റെ മുറിയിൽ തന്നെ ഇരിക്കാനായിട്ട് പറയും. അങ്ങനെ ഡേവി അവന്റെ മുറിയിൽ തന്നെ വെറുതെ ഇരിക്കുമല്ലോ. അതുപോലെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിലും പോവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന അവസാനം ഡേവി ഈ ലോക്കെല്ലാം തുറക്കാനായിട്ട് അവനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പല കാര്യങ്ങളും വെച്ചിട്ട് ഈ ലോക്ക് തുറക്കാനായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവന്റെ അച്ഛനും അമ്മയും വെളിയിൽ എന്തോ ഒരു ആവശ്യമായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഡേവിയുടെ വീട്ടിലേക്ക് ആരോ വരുന്നു. അങ്ങനെ ഡോർ വന്ന് തുറക്കുമ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുന്നത് വെയിനാണ്. ഹേ ഡേവി, എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ ഇവിടേക്ക് വരാൻ കാരണം 2-3 ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം തന്നെയാണ്. അതറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു നാട്ടിൽ തന്നെ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് എന്നെ പോലെ ഒരു ദിവസം നീയും നല്ലൊരു പോലീസുകാരനാവും. അതിനുള്ള എല്ലാ കഴിവും നിനക്കുണ്ട്. അതുമല്ല, ഡെസ്റ്റിയെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഡേവി പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഡെസ്റ്റിനെ ഒന്ന് വിളിച്ചേ, എനിക്കൊന്ന് അവനോട് സംസാരിക്കാനെന്ന് പറയുമ്പോൾ വെയിൻ പറയും, ഓക്കെ വിളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേവി പെട്ടെന്ന് കിച്ചണിലേക്ക് പോയിട്ട് ഒരു കത്തിയെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കും. എന്നിട്ടാണ് തിരിച്ച് ഫോണിനടുത്തേക്ക് വരുന്നത്. അപ്പോൾ വെയിനാണെങ്കിലോ അവന്റെ ഫോൺ എടുത്ത് ഡേവിയുടെ വീട്ടിലെ ആ ഒരു ഫോണിൽ ഡെസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഓ അവൻ ബേസ്ബോൾ കളിക്കാനായിട്ട് പോയെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതുകൂടി ആകുമ്പോഴത്തേക്കും ഡേവി, ഓക്കെ സോറി എങ്കിൽ ഞാൻ നിങ്ങളെ ഒരുപാട് സംശയിച്ചു, നിങ്ങളുടെ ഗാർഡൻ ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്നെല്ലാം പറഞ്ഞ് വെയിനിന് കൈ കൊടുക്കുമ്പോഴത്തേക്കും സത്യത്തിൽ ഇത് നമ്മുടെ ഡേവിയുടെ മറ്റൊരു പ്ലാൻ ആയിരുന്നു. ഇപ്പോൾ വെയിൻ അവിടെ നിന്ന് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഡേവി പെട്ടെന്ന് വന്ന് ആ ഒരു ഫോൺ എടുത്തിട്ട് അതിൽ ആരെയാണ് വിളിച്ചത് എന്നുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ നമ്പറിൽ അവൻ ആരെയാണ് വിളിച്ചതെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഡേവി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവ സംശയിച്ചതുപോലെ തന്നെയാണ് വെയിൻ അവന്റെ അനന്തരവനായിട്ടുള്ള ഡെസ്റ്റിനെ ഒരിക്കലും വിളിച്ചിട്ടില്ല. വെയിൻ വിളിച്ചത് അവന്റെ വീട്ടിലെ തന്നെ നമ്പറിലേക്കായിരുന്നു. ഇതിലൂടെ തന്നെ വെയിൻ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഡേവിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡെസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഒരിക്കലും തിരിച്ചെത്തിയിട്ടില്ല, അവൻ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഡേവി തന്റെ സുഹൃത്തുക്കളെ വീണ്ടും വിളിച്ചിട്ട് വെയിൻ തന്നെയാണ് യഥാർത്ഥ സീരിയൽ കില്ലർ, അവൻ നമ്മളെ പറ്റിക്കുവാണെന്ന് പറയുമ്പോഴത്തേക്കാണ് അപ്പോഴാണ് ഇവരുടെ ടിവിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. എന്താണെന്നറിയാൻ വേണ്ടി ഡേവി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയോ, ദി കേപ്പ് മേ സ്ലേയർ എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടല്ലോ അവനെ പിടിച്ചുവെന്ന്. ഇപ്പൊ ടിവിയിൽ അയാളുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. കണ്ണാടിയൊക്കെ ഇട്ടിട്ട് പോലീസ് സംശയിക്കുന്നത് പോലെയുള്ള ഒരാള്. അതുമല്ല, അയാളെ പിടിച്ചതാരാണെന്നറിയോ, പോലീസുകാരനായിട്ടുള്ള ഡെയിൻ. അതുകൊണ്ട് അവനെ എല്ലാവരും പ്രശംസിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്, കാരണം ഇത്രയും വലിയൊരു സീരിയൽ കില്ലറിനെ പിടിച്ചതുകൊണ്ട്. ഇത് കണ്ട ഡേവിയുടെ അമ്മയാണെങ്കിലോ, ദേ ഇപ്പൊ നോക്ക്, നിങ്ങൾ സംശയിച്ചതുപോലെ ആ പോലീസുകാരൻ ഒരിക്കലും സീരിയൽ കില്ലറൊന്നുമല്ല, ഇപ്പൊ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് ഡേവിയോട് പറയുമ്പോഴത്തേക്കും വെയിനിന് ഒരു ഹീറോ പരിവേഷം ഉണ്ടല്ലോ അതാണിപ്പോൾ കിട്ടിയിട്ടുള്ളത്, കാരണം അത്രയും വലിയൊരു സീരിയൽ കില്ലറിനെ പിടിച്ചതുകൊണ്ട്. അപ്പൊ ഈ കാര്യം ഡേവി തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയും, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം അവന്റെ ആ ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി, അവനാണ് സീരിയൽ കില്ലർ എന്നുള്ള കാര്യം മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം വേറൊരുത്തനെ ഇതുപോലെ പോലീസിലേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കുറ്റക്കാരനാക്കിയതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന്റെ കൂട്ടുകാരുണ്ടല്ലോ അവര് 3 പേരും ഇത് വിശ്വസിക്കത്തില്ല. ഇത്രയാകുമ്പോഴത്തേക്കും അവർക്ക് 3 പേർക്കും വെയിനിനെ ഇനി വലിയ സംശയമൊന്നുമില്ല, കാരണം നമ്മുടെ ഡേവി മാത്രമാണല്ലോ വെയിനിന്റെ വീട്ടിൽ ആ ഒരു ചെറിയ പയ്യനുള്ളതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡേവി പറയും, ഞാൻ എന്തായാലും പിന്മാറാൻ പോകുന്നില്ല, അവന്റെ വീട്ടിനകത്തുള്ള ആ ഒരു ലോക്ക് ചെയ്ത റൂം ഉണ്ടല്ലോ അത് തുറന്ന് നോക്കണം, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. അത് തുറന്ന് നമ്മൾ അകത്തേക്ക് ചെന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറയുന്നതും ഓക്കെ. അവസാനമായിട്ട് ആ ഒരു കാര്യം ചെയ്യാന്ന് ഇവരെല്ലാവരും തീരുമാനിക്കുകയാണ്. അതുപോലെ ഇവരുടെ ടൗണിൽ ഉടനെ തന്നെ ഒരു വലിയ ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ആ ദിവസം തന്നെ അത് ചെയ്യാം. അന്നാവുമ്പോഴത്തേക്കും വെയിൻ എന്തായാലും വീട്ടിലുണ്ടാവത്തില്ല, ആ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ കർട്ടിസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വെയിനെ ഫോളോ ചെയ്യാം. ടോമി ആണെങ്കിലോ ബസ് സ്റ്റോപ്പിൽ അവൻ വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലർട്ട് തരാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. ഡെയിലാണെങ്കിലോ ആ വീടിന് പുറത്തും ഉണ്ടാവും. ഈ ഏറ്റവും വലിയ റിസ്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഡേവി തന്നെയാണ്, വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് അതുപോലെ ചെയ്യാൻ പോവാണ്. പക്ഷേ റിസ്ക് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവിയാണ് മെയിനായിട്ടും ആ ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഇവരൊരിക്കലും പിടിക്കപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടൗണിലെ ഫെസ്റ്റിവൽ ആവുന്നു. ഇവർ 4 പേരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരാൾ വെയിനെ ഫോളോ ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ കർട്ടിസ് നോക്കുമ്പോഴത്തേക്കും നിക്കിയും ആ ഒരു ഫെസ്റ്റിവലിൽ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ ഡേവി ആണെങ്കിലോ അവന്റെ അച്ഛന്റെ ക്യാമറ ഉണ്ടല്ലോ അതും എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ഡേയിലും അവന്റെ കൂടെ തന്നെ ആ ഒരു വീടിനടുത്തേക്ക് വന്ന് ഇപ്പോൾ ഡേവി അകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവന് വെളിയിൽ നിൽക്കാനായിട്ട് താല്പര്യമില്ല. ഞാനും നിന്നോടൊപ്പം വരാന്ന് പറഞ്ഞ് ഡേയിലും അവനോടൊപ്പം അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്നാണ് ജനലെ എടുത്ത ഒരാൾ വന്ന് ഇവരെ പേടിപ്പിക്കുന്നത്, വേറെ ആരുമല്ല നിക്കി. ഇപ്പൊ നിക്കി പറയും, ഞാനും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ എന്ന് പറഞ്ഞ് അവളും ആ വീടിനകത്തേക്ക് കയറുകയാണ്.
ഇവിടെയാണ് നമ്മുടെ കാർട്ടിസ് ഈ ഫെസ്റ്റിവലിൽ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള പോലീസുകാരോടൊപ്പം വെയിനിനെയും എല്ലാവരും അഭിനന്ദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും സീക്രട്ടായിട്ട് എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടല്ലോ, അതൊരു പ്രോജക്റ്റ് സീക്രട്ടായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പൂർത്തിയാക്കി. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കാർട്ടിസ് പെട്ടെന്ന് അവരുടെ ആ ഒരു വാക്കി ടോക്കിയിലൂടെ ബാക്കിയുള്ളവർ വിളിച്ചിട്ട്, ഗായ്സ് നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു. വെയിൻ ഒരിക്കലും കുറ്റവാളിയല്ല. എനിക്കിപ്പോഴാണത് മനസ്സിലായത്. അവന്റെ വീട്ടില് അവൻ ആ ഒരു സോയിൽ കൊണ്ടുപോയത്, അതേപോലെ തന്നെ പണിയായുധങ്ങള്, ഇതെല്ലാം സീക്രട്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അവനെ സംശയിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആ സമയം കൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങിയിരുന്നു. ബേസ്മെന്റ് വരെ വന്നതല്ലേ, എന്തായാലും ലോക്ക് ചെയ്ത ആ ഒരു റൂം പോയി പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് ഡേവി ആണെങ്കിൽ ആൾറെഡി തന്നെ ഈ ലോക്കെല്ലാം തുറക്കുന്ന ആ ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് ഈ ലോക്കും അവൻ അതുപോലെ തന്നെ തുറന്നിട്ട് ആ ലോക്ക് ചെയ്ത റൂമിനകത്തേക്ക് ഇവർ 3 പേര് കയറാണ്. അങ്ങനെ ക്യാമറ കൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നുമല്ല, അതിനകത്ത് ഒരുപാട് ഡെഡ് ബോഡികൾ കിടക്കുന്നു. ഇത് കണ്ട് ഇവരെല്ലാവരും പേടിച്ചു പോവും. അപ്പോൾ വേറൊന്നുമല്ല, യഥാർത്ഥ സീരിയൽ കില്ലർ ആ പോലീസുകാരൻ വെയിൻ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കൈ വന്ന് അതില് ഡേവിയുടെ കാലിലേക്ക് പിടിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവസാനമായിട്ട് ഒരു പയ്യനെ തട്ടിക്കൊണ്ട് പോയല്ലോ, ആ പയ്യനെ കൊന്നിട്ടില്ലായിരുന്നു, അവൻ അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ആ ഒരു പയ്യനെ പൊക്കിയെടുത്ത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ആ ഒരു ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്തിട്ട് ആ പയ്യനെ കൊണ്ട് വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ ആ ഒരു വീടിനകത്ത് ഒരുപാട് പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കുട്ടികളായിട്ട് നിൽക്കുന്ന ഫാമിലി ഫോട്ടോസും മറ്റുള്ള കുട്ടികളുടെ എല്ലാം. അതൊന്നും അവന്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോ അല്ല, സത്യത്തില് അവ തട്ടിക്കൊണ്ടുവന്ന് കൊന്നിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോയാണത്. അപ്പൊ അത്രയും കുട്ടികളെ അവൻ ഈ കാലങ്ങളിലായിട്ട് തട്ടിക്കൊണ്ടുവന്ന് കൊന്നിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് വെയിനിന്റെ അടുത്ത ടാർഗറ്റ് നമ്മുടെ ഡേവി ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഇവർ 3 പേരും നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്താന്ന് വെച്ചാൽ ഇവര് റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോൾ പോലീസുകാർ മനസ്സിലാക്കി വെയിനാണ് യഥാർത്ഥ സീരിയൽ കില്ലർ എന്ന്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ സംഭവത്തിന് ശേഷം വെയിനിനെ ആരും കണ്ടിട്ടില്ല. കാരണം വെയിൻ എങ്ങനെയോ മനസ്സിലാക്കി ഈ കുട്ടികള് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇവരെ എല്ലാവരും അഭിനന്ദിച്ചിട്ട് പോലീസുകാർ ഇപ്പോൾ വെയിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാണ്. അങ്ങനെ അവരെല്ലാവരും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അവസാനം ഇപ്പോഴും നമ്മുടെ വെയിനിനെ കണ്ടുപിടിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അങ്ങനെ അതേ സമയം അന്ന് രാത്രിയില് മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. എന്താന്ന് വെച്ചാല് ഡേവിയുടെ വീടിന്റെ മുകളിലത്തെ ഒരു റൂമുണ്ട്, അവിടെ നിന്നും ഒരു സ്റ്റെയർ താഴേക്ക് വരുന്നു. എന്താന്ന് വെച്ചാല് വെയിൻ ഉണ്ടല്ലോ, അവൻ ആൾറെഡി തന്നെ മനസ്സിലാക്കി ഡേവിയാണ് അവനെ ഒറ്റിക്കൊടുത്തതെന്നും ഈ കാര്യങ്ങളെല്ലാം ഡേവി അവന്റെ കൂട്ടുകാരാണല്ലോ ഇതിനു മുന്നേ ചെയ്തത്. അതുകൊണ്ട് ഡേവിയുടെ വീടിന് മുകളിലെ വെയിൻ അത്രയും നേരം ഒളിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്നതും അവൻ പതിയെ താഴേക്ക് ഇറങ്ങി ഡേവിയുടെ റൂമിലേക്ക് വന്നിട്ട് ഡേവിയെ അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോവാണ്. ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഡേവി മാത്രമല്ല അവന്റെ കൂട്ടുകാരൻ ഡെയിലുണ്ടല്ലോ, അവനെയും വെയിൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കാറിനകത്ത് രണ്ടുപേരെയും കെട്ടിയിട്ടേക്കാണ്. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കണ്ണു തുറന്ന് അവരുടെ രണ്ടുപേരെയും കെട്ട് അവർ പരസ്പരം എങ്ങനെയും അഴിച്ചെടുക്കും. അഴിച്ചെടുത്ത് നോക്കുമ്പോൾ ഇവർ ഏതോ ഒരു കാടിനുള്ളിലാണുള്ളത്. അതുപോലെ പെട്ടെന്ന് വെയിൻ വെളിയിലൂടെ വന്നിട്ട് ആ ഒരു കാറിന്റെ ഗ്ലാസ് എല്ലാം ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ഇവര് രണ്ടുപേരും പേടിക്കുന്നതും വെയിൻ ഇപ്പോൾ പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും ഡോറും തുറന്ന് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടിപ്പോവും. എന്താന്ന് വെച്ചാൽ അതായിരുന്നു വെയിനും ആവശ്യം. ഇവരെ രണ്ടുപേരും വേട്ടയാടി കൊല്ലാനായിട്ടാണ് അവനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുമല്ല വെയിൻ ഇവരെ രണ്ടുപേരും കൊണ്ടുവന്ന ആ ഒരു കാട് ഏതാന്ന് വെച്ചാല് വെയിൻ സാധാരണ ഈ ഒരു കുട്ടികളെല്ലാവരെയും കൊന്നിട്ട് അവരുടെ ശരീരം കൊണ്ട് കളയുന്ന ഒരു കാടായിരുന്നു ഇത്. അതേ കാട്ടിൽ വെച്ച് തന്നെ ഇവരെ രണ്ടുപേരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നതും ഇവര് രണ്ടുപേരും പേടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വെയിൻ ആണെങ്കിലോ ഇപ്പൊ ചെറിയൊരു മൈക്ക് എടുത്ത് വെച്ചിട്ട് രണ്ടുപേരെയും പേര് വിളിച്ച് അവരെ കൊല്ലാൻ പോകുന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞിട്ട് തന്നെ അവരെ രണ്ടുപേരെയും പേടിപ്പിച്ച് പുറകെ വരുന്നു. ഇപ്പൊ ഇവരെ രണ്ടുപേരും അവൻ കാണാതെ ഓടി ഓടി അവസാനം എവിടേക്ക് വന്ന് വീഴും. വന്ന് വീഴുന്നതോ ഈ കുട്ടികളെല്ലാവരെയും കൊന്നിട്ടേക്കുന്ന ആ ഒരു ശവശരീരങ്ങളൊക്കെ കിടക്കുമല്ലോ ആ സ്ഥലത്തേക്ക്. ഇത് കണ്ട് ഡെയിലി പേടിക്കുമ്പോൾ ഡേവി അവന്റെ വാ മൂടിയിട്ട് ഹേയ് മിണ്ടരുത്, ഞാൻ എന്തായാലും അവന്റെ ശ്രദ്ധ തിരിക്കുക, ആ സമയം കൊണ്ട് നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നും പറഞ്ഞ് നമ്മുടെ ഡേവി വെയിലിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അങ്ങനെ മറ്റൊരു വശത്തേക്ക് ചെന്നിട്ട് അവൻ കാണുന്ന രീതിയിൽ ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ വെയിൻ ഡേവിയുടെ പുറകെ വന്ന് അവന്റെ കാല് അങ്ങ് മുറിക്കും. അപ്പൊ വേദന കാരണം അവൻ താഴെ വീഴുന്നതും ഡെയിലുണ്ടല്ലോ അവൻ ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി ആ കാറിനടുത്തേക്ക് എത്തുമ്പോൾ അതിന് മുന്നേ തന്നെ വെയിൻ അവിടേക്ക് വന്ന് ഡെയിലിനെ തള്ളി താഴേക്കിട്ട് പാവം നമ്മുടെ ഡെയിലുണ്ടല്ലോ അവനെ അങ്ങനെ പിടിച്ചു വെച്ച് അവന്റെ കഴുത്തറുത്ത് ഡെയിലിനെ അവിടെ വെച്ച് അവനെ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഡേവിക്കാണെങ്കിലോ തന്റെ കാല് വയ്യാത്തത് കൊണ്ട് അധിക ദൂരം പോകാൻ കഴിയുന്നില്ല. അവൻ എഴഞ്ഞെഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഡേവിനെയും ആ ഒരു സൈക്കോ വന്ന് പിടിക്കുന്നുണ്ട്. പക്ഷേ ഡേവിയെ പെട്ടെന്ന് കൊല്ലുന്നില്ല. ഇപ്പൊ ആ ഒരു സൈക്കോ വിചാരിക്കും നിന്നെ പെട്ടെന്ന് കൊന്നാലേ എനിക്കത്ര ത്രില്ലുണ്ടാവത്തില്ല, കാരണം എന്റെ ജീവിതം ഇല്ലാതാക്കിയത് നീയാണ്, അതുകൊണ്ട് നിന്നെ പതിയെ പതിയെ ഞാൻ കൊല്ലും. എങ്ങനെയാണെന്നറിയോ,
ഇപ്പോൾ നിന്നെ ജീവനോടെ ഞാൻ വിടാൻ പോകുന്നു. നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ജീവിതകാലം മുഴുവൻ എന്നെ പേടിച്ച് നീ ജീവിക്കേണ്ടി വരും. ഞാൻ എന്നാണ് വരുന്നത്, എന്നാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്, ആ പേടിയിൽ നീ കഴിയും. അങ്ങനെ ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് സൈക്കോ വെയിൻ തൻ്റെ കാർ കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഡേവി ആണെങ്കിലോ ആ കാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും നടന്ന് ഒരു വിധത്തിൽ റോഡിലേക്ക് വരും. റോഡിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് രക്തം പോയിട്ട് അവൻ്റെ ബോധം പോയി താഴെ വീഴുമ്പോൾ അതുവഴിയെ വന്ന മറ്റൊരു കാറ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഡേവിയെ കണ്ട് പെട്ടെന്ന് ആ ഒരാൾ ഇറങ്ങി വന്ന് ഡേവിയെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഡേവിയെ കൊണ്ട് കാറിൽ പോകുമ്പോഴത്തേക്കും ഡേവി റോഡ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കാണ് വെയിനിന്റെ ആ ഒരു പോലീസ് വണ്ടി ഉണ്ടല്ലോ അതവിടെ കത്തി കിടക്കാണ്. എന്താന്ന് വെച്ചാല് ആ ഒരു കാർ കത്തിച്ചിട്ട് വെയിൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവി ഫിസിക്കലി അവൻ സ്ട്രോങ് ആണെങ്കിലും മെന്റലി അവന്റെ ഉള്ളിൽ ആ ഒരു ട്രോമയുണ്ട്. എന്താന്ന് വെച്ചാല് അവനൊരു കുട്ടിയും കൂടിയാണ്. അതുകൊണ്ട് ആ സൈക്കോ എന്നാണ് വന്ന് അവനെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പേടിയിലാണ് പിന്നീട് നമ്മുടെ ഡേവി ഓരോ ദിവസവും ജീവിക്കുന്നത്. അതും ആ ഒരു പേടിയോടെ തന്നെ. അത് കഴിഞ്ഞിട്ട് പതിയെ നമ്മുടെ ഡേവിയുടെ ആ ഒരു പേടി മാറിയിട്ട് അവൻ നോർമലായിട്ടുള്ള ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു സമ്മർ വെക്കേഷൻ വരുന്നു. ഡേവി ഇപ്പോൾ പഴയതുപോലെ തന്നെ ആ ഒരു പത്രം ഇടുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവന്റെ സുഹൃത്തുക്കളോട് വലിയ രീതിയിൽ അടുപ്പമൊന്നുമില്ല. കാരണം ഡെയിലി മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. കാരണം ഡെയിലി മരിക്കാനായിട്ട് ഡേവിയും അതിനൊരു കാരണക്കാരൻ തന്നെയാണ്. അങ്ങനെ വെയിനിന്റെ വീടിന് മുന്നിലൂടെ അവൻ സൈക്കിൾ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അവന്റെ വീടിന് മുന്നിൽ ആ ഒരു പോലീസുകാരുടെ ടേപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് അന്നത്തെ ആ ഒരു ന്യൂസ് പേപ്പർ അവൻ തുറന്നു നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും വെയിനിനെ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അവൻ ഇപ്പോഴും മിസ്സിംഗ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ഇനിയും അവൻ പേടിയോടെ തന്നെ കഴിയണം എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ അയൽക്കാരനല്ലേ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനൊന്നും നിൽക്കരുത്. അതിനു മുന്നേ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയുക എന്നാണ് ഈ മൂവിയിൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ആ ഒരു മൂവി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ചാനലിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത മൂവിയായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.